Next problem, problem 3. Solve y double dash plus 4y is equal to sin 2t given that y of 0 is equal to 3 and y dash of 0 is equal to 4. So, by using Laplace transform method ആണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. Taking both sides of this equation, Laplace transform. So, L of y double dash plus 4y is equal to L of sin 2t. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ലീനിയാരിറ്റി പ്രോപ്പർട്ടി പ്രകാരം എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 4 ഇൻറ്റു എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എൽ ഓഫ് സൈൻ 2t എന്ന് നമുക്ക് എഴുതാം. എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ കൊടുക്കാം. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 4 എൽ ഓഫ് വൈ എന്ന് പറയുന്നത്. ആൻഡ് എൽ ഓഫ് സൈൻ 2t ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, അതായത് ഇവിടെ എ എന്ന് പറയുന്നത് 2 ആണ്. സോ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ അത് യൂസ് ചെയ്തിട്ട് 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത് നമ്മൾ എഴുതി. ഇനി ഇവിടെ വൈ ഓഫ് 0ക്കും വൈ ഡാഷ് ഓഫ് 0ക്കും ഈ വാല്യൂസ് 3 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് സ്ക്വയർ എൽ ഓഫ് വൈ മൈനസ് 3s മൈനസ് 4 പ്ലസ് 4 എൽ ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടി. ഇനി എൽ ഓഫ് വൈ ഉള്ള ടേംസ് നോക്കാം. ഇതിൽ രണ്ടിൽ എൽ ഓഫ് വൈ കോമൺ ആണ്. സോ അപ്പോൾ എൽ ഓഫ് വൈ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എൽ ഓഫ് വൈ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 3s മൈനസ് 4 ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് വരും. ദെൻ നമുക്ക് എൽ ഓഫ് വൈനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 3s പ്ലസ് 4 പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എൽ ഓഫ് വൈ മാത്രമേ നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു ടേം കൊണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ആർ എച്ച് എസിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 3s പ്ലസ് 4, അതായത് ഈ ഫസ്റ്റത്തെ ടേം ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ദെൻ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. സോ നമുക്കതിനെ എസ് സ്ക്വയർ പ്ലസ് 4 ഓൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ആ ഒരു ഫോമിൽ തന്നെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ലാസ്റ്റ് ടേമിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ ഒരു ലാസ്റ്റ് ടേമിന് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് നടത്തി എഴുതാണ്. അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ഇതിനെ മാറ്റിയതാണ്. ന്യൂമറേറ്ററിൽ നമ്മൾ ഒരു എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് സ്ക്വയർ പ്ലസ് മൈനസ് ഒരു മിനിറ്റ്, ന്യൂമറേറ്ററിനെ നമ്മൾ എസ് സ്ക്വയർ പ്ലസ് 4 ദെൻ മൈനസ് നമ്മൾ എന്ത് ചെയ്യാണ്, എസ് സ്ക്വയർ മൈനസ് 4 എന്ന് പറഞ്ഞിട്ട് എഴുതാണ്. ഇനി ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് 4 എന്നാവും. അപ്പോൾ ഇതും ക്യാൻസലായിട്ട് നമുക്കിവിടെ 8 എന്നാണ് വരിക. അപ്പോൾ 8 ആണ് നമുക്ക് ഇവിടെ ഒരു ന്യൂമറേറ്ററിൽ വരിക. പക്ഷേ നമുക്ക് ഇവിടെ ഉള്ള ന്യൂമറേറ്ററിൽ എന്താണ് 2 ആണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 1/4 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4ഉം 8കൂടെയും ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് തന്നെ വരും. ആ രീതിയിലാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് എഴുതിയത്. സോ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് 1/4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഓൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ടേമിനെ മാത്രം വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ്. സോ അത് 1/4 കോമൺ ആക്കി നിർത്തി ഉള്ളിലുള്ള ടേം എന്നിങ്ങനെ എഴുതി എസ് സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഓൾ സ്ക്വയർ എന്ന് എഴുതി. പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയും, പ്ലസ് അല്ല മൈനസ് ആണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഓൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. ഇനി ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 4ഉം ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 4 കൂടി എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്കതിനെ 1/s സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്ന ഫോമിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള ടേംസൊക്കെ അതേമാതിരി തന്നെ ഇതങ്ങനെ തന്നെ ഈ ഒരു ടേം അങ്ങനെ തന്നെ 1/4 ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഓൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇനി ഇവിടെ ഈ ഒരു ഇത് നോക്കാം. ഈ ഒരു ടേം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി.
പിന്നെ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരുന്നു. ഓക്കെ, കാരണം ഇതിൻ്റെ ന്യൂമറേറ്ററിൽ ഒരു എസിൻ്റെ ടേം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടേമിനെ സെപ്പറേറ്റ് തന്നെ ആക്കിയത്. ഇനി നമുക്ക് മുകളിൽ കോൺസ്റ്റൻറ്റ് മാത്രം ഡിനോമിനേറ്റ് എസ് സ്ക്വയർ പ്ലസ് 4 ആയിട്ടുള്ള രണ്ട് ടേംസ് ഉണ്ട് അല്ലേ. ഏതൊക്കെ ടേംസാണ് നമ്മുടെ കയ്യിലുള്ളത്? 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 1/4 ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്നത് അല്ലേ. രണ്ടിലും എന്താണ് 1/s സ്ക്വയർ പ്ലസ് 4 കോമൺ ആണ്. സോ അതിനെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 4. ഇനി ബ്രാക്കറ്റിൽ ഫസ്റ്റ് ടേമിൽ എന്താ ഉള്ളത്? 4 പ്ലസ് 1/4 എന്ന് വരും അല്ലേ. ഇനി ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 4 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 16, 16 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 17. സോ 17 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. സോ ഈ ഒരു ടേം എന്തായിട്ട് മാറും? 17 ഡിവൈഡഡ് ബൈ 4. സോ അത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1/s സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 17 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും അല്ലേ. അങ്ങനെ നമ്മൾ ആ ടേമിനെ എന്താക്കി അറേഞ്ച് ചെയ്തു? ഇത് 17 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്ന ഫോമിൽ നമ്മൾ അതിനെ എഴുതി വെച്ചു. ഓക്കെ, ഇനി റിമൈനിങ് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് 1/4 ഇൻറ്റു ദിസ് ലാസ്റ്റ് ടേം. സോ അതെന്തായിട്ട് മാറും? മൈനസ് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ഓൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് y ഓഫ് ടി, അതായത് ഇപ്പം നമുക്ക് ഇതെന്താ കിട്ടിയിരിക്കുന്നത്? അതായത് എൽ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് കിട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം എന്ന്. അതാണ് ഇവിടെ y ഓഫ് ടി ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി എന്താ വരിക? നമ്മൾ ലിനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ എന്ത് വരും? 3നെ പുറത്തേക്ക് എടുത്തിട്ട് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേഞ്ച്മെൻറ്റ്സ്, ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. എന്താണ് ആ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ നമുക്കിത് എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം എന്നാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം നമുക്ക് 17 ഡിവൈഡഡ് ബൈ 4 കോൺസ്റ്റൻ്റ് ആണ്. സോ ബ്രാക്കറ്റിൽ എന്ത് വരും? ബാക്കി എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുന്ന ഫോമിൽ വരും അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് അറിയില്ല. നമുക്ക് ആകെ അറിയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരുന്നു എങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സൈൻ 80 ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 2, അതായത് ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കറക്റ്റ് ആകുമായിരുന്നു അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഞാൻ ആ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത് എഴുതി കാണിക്കേ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ വരും എൽ ഇൻവേഴ്സ് ഓഫ് നമ്മൾ 17/4 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 17 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ആവശ്യമുള്ളതാണ് അല്ലേ, ഈ ഒരു ടേം ഇത്രയും ആവശ്യമുള്ളതാണ്. സോ 1/2 വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു അഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതും. സോ അതെന്തായിട്ട് മാറും? 17 ഡിവൈഡഡ് ബൈ 8 എന്നായിരിക്കും. അതായത് ഒരു 1/2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 2 ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 4, അതായത് 1/4 ഇൻറ്റു 1/2 എന്നായിരിക്കും അത് പുറത്തേക്ക് വരുമ്പോൾ. ഓക്കെ, ഇങ്ങനെ 17/4 ഇൻറ്റു 1/2, സോ 17/8 എന്ന് വരും. ദെൻ നമുക്ക് എന്ത് ചെയ്ത് വരും? ബ്രാക്കറ്റിൽ എൽ ഇൻവേഴ്സ് ഓഫ് 2/s സ്ക്വയർ പ്ലസ് 4 എന്ന് വരും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ സൈൻ 2t എന്ന് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് എഴുതി? ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ടേം എഴുതി. അതേമാതിരി ഇതിന് നമ്മളൊരു അറേഞ്ച്മെൻറ്റ്സ് നടത്തിയത്. ഇനി നമുക്ക് ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള ടേം അല്ലേ, ഇതിലെ കോൺസ്റ്റൻറ്റ് ഏതാണ്? -1/4 പുറത്തേക്ക് എടുത്ത് എൽ ഇൻവേഴ്സോ ബാക്കിയുള്ള ടേം എസ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഫോം. ഇവിടുത്തെ എ എന്താണ്? എ ഇസ് ഈക്വൽ ടു 2 ആണ് അല്ലേ. ഇതിൻ്റെ അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ എന്താ ഇക്വേഷൻ? cos 80 അല്ലേ. അപ്പോൾ ഇവിടെ cos 2t എന്ന് വരും. സോ അതിന് cos 2t എന്ന് എഴുതി. ദെൻ 17 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടുത്തെ എ എന്താണ്? ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അത് ഏതിൻ്റെ ഇക്വേഷനാണ്? സൈൻ 2t ആണ്. സോ നമ്മളത് എന്ത് ചെയ്തു? സൈൻ 2t എന്ന് എഴുതി. ഓക്കെ, ഇനി
നമുക്ക് ഈ ലാസ്റ്റ് വണ്ണിൻ്റെ കൂടി ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലാസ്റ്റ് വണ്ണിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൽ ഓഫ് ടി കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, എന്താണ് എഴുതിയിരുന്നത്? എൽ ഓഫ് ടി കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ഏതാണുള്ളത്? 2 ആണുള്ളത് അല്ലേ. അപ്പം നമുക്കിതിനെ എന്ത് എഴുതാം? എൽ ഓഫ് 2 കോസ് ടി എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു -1/4 ടി കോസ് 2t എന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? കോസ് 2t പ്ലസ് 17/8 സൈൻ 2t -1/4 ടി കോസ് ടി. ആകെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അത് കാണുമ്പോൾ ഇന്ന ടേംസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന ഇക്വേഷൻ ആയിരിക്കും, അതിന് ഫോർമുല ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് നടത്തി. പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നേ അവിടെ റിസൾട്ട് പഠിച്ചു വെച്ചതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.